നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, മൻ സമിഅൽ അദാൻ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയും വലം യഹ്ളുരിൽ ജമാഅ, അവർ ജമാഅത്തിന് പങ്കെടുക്കുന്നും ഇല്ലെങ്കിൽ ഫകഅന്നമാ സനാ മഅ ഉമ്മിഹി, അവൻ്റെ ഉമ്മാന്റെ കൂടെ വ്യഭിചരിച്ചതിന് സമമാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് പോകാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് ഉമ്മയെ വ്യഭിചരിച്ചതുപോലെയാണ്. പടച്ചോനെ കാത്തിരക്ഷിക്കണേ റബ്ബേ. ബാങ്ക് കൊടുത്ത ഓടണം, പള്ളിയിലേക്ക് ഓടണം. ഈമാനോടുകൂടെ മരിക്കണമെന്ന് കൊതിക്കുന്ന ആണുങ്ങളെ പള്ളിക്ക് ഓടിക്കോളൂ. പെണ്ണുങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടണേ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടണേ. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ തമ്പുരാന്. എന്നിട്ടോ മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് ഓടിയാൽ മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെയായി പുണ്യ നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു 2 റക്അത്ത് നിസ്കരിക്കണേ. ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണമെന്ന് കൊതിക്കുന്നവർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കണേ. കുഞ്ഞുമക്കള് പിന്നെ അതിൻ്റെ മുകളിൽ കയറി കുത്തിരിക്കരുതേ, അങ്ങോട്ട് വീണു. അള്ളാഹുവേ ഖൈർ നൽകണേ. ഇങ്ങോട്ട് നോക്കേ ഖൈർ നൽകണേ അല്ലാ. മഗ്രിബിൻ്റെ മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. സുന്നത്തുണ്ട്, സുന്നത്താണ്. ഇവിടെ നിസ്കരിക്കലുണ്ടാവും അല്ലേ? ഇവിടെ നിസ്കരിക്കലുണ്ടോ? അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. പുണ്യ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സല്ലൂ ഖബ്ല സ്വലാത്തുൽ മഗ്രിബി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ മഗ്രിബിൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണേ. ഈ പറച്ചിൽ 2 തവണ നബി തങ്ങൾ ആവർത്തിച്ചു. 3ാമത്തെ തവണ നബി തങ്ങൾ പറയുകയാണ്, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്താകുമെന്ന് അവർ കരുതാതിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിസ്കരിക്കണേ. ഈമാൻ കൊതിക്കുന്നവരെ, ഈമാനോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ മഗ്രിബിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. ഇതൊന്നും ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ മഹാനാകുന്ന അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മദീനയിലായിരിക്കുമ്പോൾ ഖാല കുന്നാ ബിൽ മദീനതി ഫഇദാ അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ മഗ്രിബി, മഗ്രിബിന് വേണ്ടി ബാങ്ക് വിളിക്കുന്ന ബിലാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഇദാ അദ്ദനൽ മുഅദ്ദിനു, ബാങ്ക് വിളിക്കുന്നവർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇബ്തദറുസ് സവാരിയ, സ്വഹാബത്തെല്ലാവരും തൂണിൻ്റെ അരികിലേക്ക് ഓടുന്നതാണ്. തൂണിൻ്റെ അരികിലേക്ക് ഓടും. എന്തിന്? മറയോടുകൂടെ നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ മറ വേണം. ആ മറ തന്നെ 3 മുഴത്തിനേക്കാൾ അധികരിക്കാൻ പാടില്ല. മറ വേണം, മറ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാലോ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ചില ആൾക്കാർ പറയാണ്, ഉസ്താദേ കുറച്ച് കയറി നിൽക്കി, ഞങ്ങൾക്കും ഇവിടെ മറട്ടണേ, ചുമരിന് മറട്ട. എന്തിനാ അങ്ങനെ? ചുമര് വേണ്ട, ബാക്കിൽ നിൽക്കുന്നവൻ്റെ മറ ഇമാമിൻ്റെ മറയാണ്. ഒറ്റ മറ മതി, ഇമാമിൻ്റെ മറയാണ് ബാക്കിൽ നിൽക്കുന്നവൻ്റെ മറ. മനസ്സിലായിട്ടില്ലേ? പഴയ പള്ളിയിലൊക്കെ അങ്ങനെയാണ്. പഴയ പള്ളികളിലൊക്കെ അങ്ങനെ 4 ചുമരുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മിഹ്റാബ് ഉണ്ടാക്കുക. എന്നിട്ട് ഇമാം അവിടെ നിന്ന് പിന്നെ ബാക്കിൽ ഒരു സഫ് കഴിഞ്ഞിട്ടാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാകുക. ഏറ്റവും വലിയ തെളിവല്ലയോ പൊന്നാനി പള്ളിയിൽ, പൊന്നാനി പള്ളിയിലും മാതൃകയാണ്. പൊന്നാനി പള്ളിയുടെ മിമ്പറ മദീനയിലുള്ള മിമ്പറ പോലെയാണ്. 7 പടവാണ് മദീനയിലുള്ള മിമ്പറ പോലെ. 5ാമത്തെ പടവിൽ നിൽക്കും, 7ാമത്തെ പടവിൽ ഖതീബ് ഇരിക്കും. എന്നിട്ട് ഖുതുബ ഓതും 5ാമത്തെ. പൊന്നാനിപ്പള്ളി എന്ന് പറഞ്ഞാൽ മക്കയാണല്ലോ, ഇന്ത്യയിലെ മക്കയാണ് പൊന്നാനിപ്പള്ളി. എന്തുകൊണ്ട്? പൊന്നാനിപ്പള്ളിയുടെ കവാടങ്ങൾ അടക്കപ്പെടില്ല മക്കത്തെ പോലെ. ആർക്കും ഏത് പാതിരാ നേരത്തും പോയി ഇബാദത്ത് ചെയ്യാം.
പൊന്നാനിയിലെ പള്ളിയിലെ വാതിൽ ഒരൊറ്റൊന്നും അടക്കൂല. ഒരു വാതിൽ മാത്രം അടച്ചു കിടക്കും. അതേതാണ്? നേരെ സെൻട്രലിലുള്ള വാതിൽ. ആ വാതിൽ മാത്രമേ അടക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, പൊന്നാനിത്തെ വാതിൽ മുഴുവൻ വല്ലാക്ക അടക്കണം എന്നുണ്ടെങ്കിൽ ഓരോ വക്ത് കഴിഞ്ഞ് അടച്ചിങ്ങനെ വന്നാൽ അവസാനം പിന്നെന്താ, ഇപ്പുറത്തെത്തുമ്പോൾ രണ്ടാമത്തെ വാങ്ങ് കൊടുക്കാൻ സമയമാവും. അതൊന്നല്ല, അത് അടക്കുകയല്ല, ഒരൊറ്റ വാതിൽ ഇങ്ങനെ അടക്കും. ആ നേരെ മുമ്പിലുള്ള വാതിൽ, അതിന് 500 കൊല്ലത്തെ പഴക്കമുണ്ട് ആ പൊന്നാനിയുടെ അകമ്പള്ളിക്ക്. അതിൻ്റെ പുറം പള്ളിക്ക് 300 ചില്ലാനും കൊല്ലം പഴക്കമുണ്ട്. ആ അകമ്പള്ളിയുടെ വാതിൽ മാത്രമാണ് അടക്കുന്നത്. ആ അടക്കുന്ന വാതിൽ ആകെ തുറക്കുക ഓരോ വക്തിനും ബാങ്ക് കൊടുക്കാൻ പോകുമ്പോഴാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ആ വാതിൽ ഇങ്ങനെ തുറക്കും. ജമാഅത്ത് കഴിഞ്ഞ ആ വാതിലടക്കും. ഒറ്റ വാതിൽ. പിന്നെ രണ്ടാമത് തുറക്കുന്നത് ജുമുഅയുടെ ദിവസമാണ്. അന്നും തുറന്നിടും അസർ വരെ. മൂന്നാമത് തുറക്കുന്നത് ഒറ്റപ്പെട്ട രാവുകളിലാണ്. 4 പെരുന്നാളിൻ്റെ അന്നാണ്. പെരുന്നാളന്ന് ഫുള്ള് തുറന്നിടും. അല്ലാത്ത സമയം മുഴുവനും കയറി വരുന്ന സദസ്സിന് മുമ്പിലുള്ള ആ കവാടം അടച്ചു കിടക്കുന്നതാണ്. എന്തുകൊണ്ട്? ഈ പള്ളി നിർമ്മിച്ചപ്പോ ഈ പള്ളിയുടെ 1.5-2 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ വാതിലിനോട് സമമായൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ വാതിലും ഈ പള്ളിയുടെ വാതിലും അഭിമുഖമായി വന്നു. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സംഭവിച്ചു. അപ്പോഴാണ് അവിടുത്തെ ആളുകൾ വന്ന് മഹാനായ മഖ്ദൂം തങ്ങളോട് പറയുന്നത്, എന്തൊക്കെയോ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, നമ്മെക്കൊണ്ട് മറ്റുള്ള ഒരു മതക്കാർക്കും ഒരു വിഷമമുണ്ടാവാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാൻ പാടില്ല. അടച്ചിടണം ആ വാതിൽ തുറക്കരുതെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. എങ്ങനെ തോന്നുന്നടാ അയൽവാസി ഹിന്ദുവാകുമ്പോ അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാൻ? അക്രിം ജാരക വലൗ കാന കാഫിറ. അൽഹംദുലില്ലാഹ്. അതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യം. ഇതൊന്നും നല്ല തുടങ്ങിയൊന്നല്ല. മഖ്ദൂം തങ്ങൾ പറഞ്ഞു, നമ്മെ കൊണ്ടൊരു ഇടങ്ങേറ് വരരുത്, അടച്ചു ആ വാതിൽ ഇന്നും അടയുകയാണ്. ആലോചിച്ച് നോക്കണം, നമ്മെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ഇടങ്ങേറുണ്ടാവരുത്, ഒരു സമുദായത്തിനും. അതാണ് വിശുദ്ധ ദീൻ. മറ്റുള്ളവനെ കാണുമ്പോൾ കുരച്ച് തുപ്പലല്ല. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. പടച്ചവനെ നീ ഖൈർ നൽകണേ അല്ലാഹുവേ. ആലോചിക്കണം. അപ്പൊ അവിടത്തെ ഞാൻ പറഞ്ഞു വന്നത്, അവിടുത്തെ പള്ളിയാകമ്പള്ളി, അവിടെയാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഇരുന്നു കൊണ്ട് സബക്ക് നടത്തിയ കല്ലവിടെയാണ്. ആ വിളക്കിൻ്റെ അടിയിൽ ഒരു കല്ല് കാണും. അത് മഹാനായ തുഹ്ഫയുടെ മുസന്നിഫായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ മക്കയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന് ഇവിടെ വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ദർസിൽ അവിടെയുള്ള മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതിക്കൊടുത്ത കല്ലാണത്. 2 മാസം ആ കല്ലിൻ്റെ അടിയിൽ. ചില ആൾക്കാർ പറയുന്നത് ആ കല്ലിൻ്റെ മുകളിലാണ് ഇബ്നു ഹജർ തങ്ങൾ വന്നതെന്നല്ല. ആ കല്ലിൻ്റെ മുകളിൽ വന്നോന്നല്ല. ആ കല്ലിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സബക്ക് നടത്തി അവിടെ ഇരുന്നിട്ട്. അതാണ് ഇന്നും ഉസ്താദുമാർ മൂല്യാരുട്ടികളെ കൊണ്ടുപോയി ആ വിളക്കിൻ്റെ ചുറ്റത്തും ഇരുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ഓതിക്കൊടുക്കുന്നത്. അതൊരു തബറുക്കിന് വേണ്ടിയാണ്. പഴയ കാലത്ത് ബാക്കവിയില്ല, ഫൈളിയില്ല, ദാരിമിയില്ല, ഹുദവിയില്ല. പഴയ കാലത്തുള്ളവരൊക്കെ മുസ്ലിയാക്കന്മാരാണ്. വിളക്ക് തിരുനാളുകളാണ് മുസ്ലിയാക്കന്മാർ. അവരായിരുന്നവർ. ഇബ്നു ഹജർ തങ്ങൾ ഇരുന്ന സ്ഥലം. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ ആ കല്ലിൻ്റെ മുകളിൽ കയറി കുത്തിയിരുന്നിട്ടും അല്ല ഹജർ എന്ന് കല്ല് പേര് വന്നത്. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. അതുമല്ല, ഇബ്നു ഹജർ തങ്ങൾക്ക് ആ പേര് വരാനുണ്ടായ കാരണം എന്തെന്നറിയോ? ഇബ്നു ഹജർ തങ്ങളുടെ വാപ്പായുടെ വാപ്പ ആരോടും മിണ്ടൂല എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ടല്ല, തസവുഫാണ്, ഭയങ്കര ആലിമാൻ, ഒന്നും സംസാരിക്കൂല. അപ്പൊ ആൾക്കാർ പറഞ്ഞതാണ് കല്ലിൻ്റെ മാതിരിയാണ്, കല്ല് മിണ്ടൂലല്ലോ, അതാണ് ഹജർ. ആ ഹജറിന്റെ മകന് സ്ഥാനപ്പേര് കൊടുക്കുകയാണ് ഇബ്നു ഹജർ. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മഹാനായ മഖ്ദൂമിന്റെ ആ പള്ളിയിലേക്ക് ചെന്നാൽ മിമ്പർ അങ്ങനെ, മിഹ്റാബ് അങ്ങനെയാണ്, ഇമാമിന്റെ മറയാണ് മോമിങ്ങളുടെ മറ. ഇനി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ മറ വേണം. ഉമ്മമാരെ മറ വേണമെന്ന് ഞാൻ പറയാൻ കാരണം,
പെണ്ണുങ്ങളെന്താ ഇതൊക്കെ പഠിക്കും, പക്ഷെ അതൊക്കെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് കരുതുക. മറന്നുണ്ടാവില്ല, ഏടെങ്കിലും ഒരു പിരിയായിട്ട് വിരിക്കും, അല്ലാഹു അക്ബർ കെട്ടും. കുറേ ആ നിസ്കാരത്തിൽ ആലോചിക്കുക, പഠിച്ചോനെ ഏളാമാൻ്റെ കുട്ടീൻ്റെ കല്യാണം ഉണ്ടല്ലോ, പൊന്ന് വാങ്ങിയില്ലല്ലോ, ഓളാണെങ്കിൽ ഒരു പവൻ അങ്ങോട്ട് തന്നിണല്ലോ, ആ സമയത്തൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ, കുടിരിക്കലും വിളിച്ചിനല്ലോ, പറഞ്ഞില്ലല്ലോ പഠിച്ചോനെ. അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. ആ ഫോൺ നിർത്താം, പാപ്പാക്കൊന്ന് വിളിച്ചേരട്ടെ. നീയോ നിർത്താനായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? ഉമ്മമാരെ മറ വേണം നിസ്കരിക്കുമ്പോ മറ വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇബ്തദറുസ് സവാരിയ, മറയുടെ അരികിലേക്ക് അവരോടും. എന്നിട്ട് അവർ മഗ്രിബിന്റെ മുമ്പായുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അവർ നിസ്കരിക്കും. ഫയർകഊന റക്അതൈൻ റക്അതൈൻ, ഈ രണ്ട് റക്അത്തുകൾ അവർ മഗ്രിബിന്റെ മുമ്പ് നിസ്കരിക്കും. ഹത്താ ഏതുവരെ എന്നറിയോ? ഇന്നർ റജുലൽ ഗരീബ ലയദ്ഖുലുൽ മസ്ജിദ ഫയഹസിബു അന്ന സ്വലാത ഖദ് സുല്ലിയത. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ഈ തൂണുകളുടെ ബാക്കിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് നിസ്കരിക്കുന്നത് കാണുമ്പോൾ പുറത്തുള്ള ആൾക്കാർ വന്നാൽ ചിന്തിച്ചു പോകും, ഓ മഗ്രിബിന്റെ ജമാഅത്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാളും ബാക്കിയില്ലാതെ എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്നവരാണ് മഗ്രിബിന്റെ മുമ്പ്. എന്നിട്ട് മഗ്രിബിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ സ്വഫിലായി കയറി നിൽക്കണേ, സ്വഫിലേക്ക് കയറി നിൽക്കണം. എങ്ങനെയാ കയറേണ്ടതെന്നറിയോ? ഒന്നാമത്തെ സ്വഫിൽ നേരത്തെ വന്നവർ ഒന്നാമത്തെ സ്വഫിൽ നേരത്തെ വന്ന ആളുകൾ അങ്ങനെ നിൽക്കണ്ടേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻ ജാബിർ ഇബ്നു സമുറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സഹാബ തസുഫൂന കമാ തസുഫുൽ മലായിക. മാലാക്കന്മാർ സഫ് കെട്ടുന്നത് പോലെയാണ് മനുഷ്യന്മാരെ നിങ്ങളും സഫ് കെട്ടേണ്ടത്. തോന്നിയ മാതിരി കെട്ടല്ലേ, മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെ. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വകൈഫ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹിം നബിയേ, അല്ലാഹുവിൻ്റെ റസൂലേ മലക്കുകൾ എങ്ങനെയാ നബിയേ അല്ലാഹുവിൻ്റെ മുമ്പിൽ സഫ് കെട്ടാറുള്ളത്? സഫിൻ്റെ ആധാരം അങ്ങനെയാണ്. എല്ലാ നിസ്കാരത്തിനും ഒരേ സഫാണ്, മയ്യത്ത് നിസ്കാരത്തിന് വേറെ സഫില്ല. ചില ആൾക്കാർ കാണാം പള്ളിയിൽ നിറച്ച ആളൊന്നും ഉണ്ടാവില്ല, എന്നാലും കാണാൻ അടുപ്പിച്ച് നിൽക്കുന്നത് പറ്റൂല. സഫാവണമെങ്കിൽ സാധാ നിസ്കാരം പോലെ നിൽക്കണം. സ്ഥലം സൗകര്യം കുറയുമ്പോഴാണ് അടുത്ത് നിൽക്കേണ്ടത്. എങ്ങനെയാ നബിയെ മലക്കുകൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സഫ് കെട്ടി നിൽക്കുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഖാല യുതിമ്മൂന സുഫൂഫൽ മുഖദ്ദമ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ആദ്യം വന്നവർ ആദ്യം സഫ് കെട്ടി നിൽക്കും. സഫ് കെട്ടി നിൽക്കും. നമ്മളോ ആദ്യം വന്ന ഫാൻ്റെ ചോട്ടിൽ നിൽക്കും. ഫാൻ്റെ ചോട്ടിൽ അതുപോലെ തന്നെ ജനലിൻ്റെ അടുത്ത്, വാതിലിൻ്റെ കൊതിയിൽ, ഇതൊക്കെ നമ്മളെ സഫ്. മനസ്സിലായിട്ടില്ലേ? എന്നിട്ട് പിന്നെ ഫാൻ്റെ അടുത്ത് കയറി എല്ലാവരും കയറ്റി നിർത്തും. എന്നിട്ട് പിന്നെ ഇവിടെ നിർത്തി റാഹത്താണ് ചെയ്യരുത്. പുണ്യ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൻ്റെ മാലാക്കന്മാർ ഖാല യുതിമ്മൂന സുഫൂഫൽ മുഖദ്ദമ, മുന്നിലത്തെ സഫ് അവർ പൂർത്തിയാക്കും. ഒന്നാം സഫ് പൂർത്തിയായിട്ടാണ് രണ്ടാം സഫിലേക്ക് ഇറങ്ങി നിൽക്കുക. എന്നാൽ എൻ്റെ സഹോദര, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഒന്നാം സഫിൽ ജമാഅത്തായി നിസ്കരിക്കുന്നവരൊന്ന് കൈവന്തിച്ചേ. അൽഹംദുലില്ലാ. പഠിച്ചോനെ മൂല്യാരെ നാളെപ്പോൾ തല്ലുണ്ടാകുമല്ലോ, ഉണ്ടായിക്കോട്ടെ, നന്മക്ക് വേണ്ടിയല്ലേ. ഉന്തും തള്ളും ചെയ്യരുത്. ചിലപ്പോൾ ആടെ ആളുകൾ നിൽക്കുമ്പോൾ ഒറ്റ ഉന്തുന്തി ആടെ നിൽക്കരുത്, അതിന് ജമാഅത്ത് സഹിയാകൂല. മുന്നിലെ സഫിൽ കയറുന്ന നേരത്തെ വന്ന് സഫ് പിടിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ എന്ന് നിങ്ങളാമി പറയണ്ട, ഞാൻ ദ്വാരുന്നല്ല, ഇത് നബി ദുആ ചെയ്തതാണ്. ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ.
പോരാ, തീരുന്നില്ല. നബി തങ്ങൾ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ പുണ്യ നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മലക്കുകൾ, സ്വഹാബ, ഇന്ന് മലക്കുകൾ ഇവിടെ വന്നിരുന്നു. അവരൊന്നാം സഫുകാർക്ക് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാം സഫിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ ഒന്നാം സഫുകാർക്ക് നീ പൊറുക്കണയല്ല, ഒന്നാം സഫുകാർക്ക് പൊറുക്കണയല്ല, ഒന്നാം സഫുകാർക്ക് പൊറുക്കണയല്ല. നിസ്കാരം കഴിയുന്നത് വരെ മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം നബി പറയാൻ ഞാനും ദ്വാരം കൊടുക്കാൻ ഒന്നാം സഫുകാർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ 3 വട്ടം പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സഫിലും സ്വഹാബത്തുണ്ടായിരുന്നു. രണ്ടാമത്തെ സഫിലുള്ള സ്വഹാബത്ത് വെച്ചു, നബിയെ രണ്ടാം സഫുകാർക്കില്ലേ? അപ്പം നബി പറഞ്ഞു എന്നാ രണ്ടാം സഫുകാർക്കും ഒറ്റ തവണ, മറ്റേത് 3 തവണ. രണ്ടാം സഫുകാർക്ക് ഒരൊറ്റ തവണ, മൂന്നാം സഫുകാർക്ക് മഹാനായ നബി തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ടില്ല. മൂന്നാം സഫുകാർക്ക് ദുആ നടത്തിയിട്ടില്ല. അപ്പം മാക്സിമം നമ്മൾ ഒന്നാം സഫിലേക്ക് നിൽക്കണം. ഇമാമിൻ്റെ നേരെ ബാക്കിൽ നിൽക്കാൻ കഴിയോ? അങ്ങനെ നിന്നോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ വലത് ഭാഗത്തിൻ്റെ മേൽ മുന്തിച്ചോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്നാലോ സഫുകളുടെ ഇടയിൽ വിടവുകൾ ഉണ്ടാവാൻ പാടില്ല. നിർത്താനായുള്ള സൂചനയാണ്. നിർത്തി മൊയിലാരേ അതിൻ്റെ ഒരു അർത്ഥം. തങ്ങൾ വന്നോ? കഴിക്കണുള്ളൂ. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കെ പറ, അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സഫുകളുടെ ഇടയിൽ വിടവ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം സൂപ്പർ വിടവുകളാണ്. ചില ആൾക്കാർ ഇപ്പോൾ ചൂടും എടുക്കണില്ല ഉസ്താദ്, ഇത് തന്നെ നല്ലത്, ആദ്യമേ തുടങ്ങേണ്ടി ഇനി. സഫ് അടുപ്പിച്ച് നിൽക്കണം. സഫൊരിക്കലും വിടവുകൾ വരാൻ പാടില്ല. അല്ലാഹുവേ നീ ഖൈർ നൽകണേ റബ്ബേ. സ്നേഹിച്ചു വന്നാൽ മഹാനായ തങ്ങൾ സദസ്സിലേക്ക് കയറി വരികയാണ്. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴ് സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ, മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്ത് തേടും തന്നെ. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. അവസാനിപ്പിക്കാൻ പോവാണ്. റജബിൻ്റെ ആദ്യത്തെ രാവിൽ വിശുദ്ധമായി മജ്ലിസിൽ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഏതായിരുന്നാലും സഫുകളുടെ ഇടയിൽ വിടവുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, വിടവുകൾ തീർക്കുന്നവർക്ക് പുണ്യനബി തങ്ങൾ പറയുകയാണ്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്കല്ലാഹു സ്വർഗ്ഗലോകത്തിൽ ഒരു കൊട്ടാരം എടുത്തു കൊടുക്കുന്നതാണ്. സ്വർഗ്ഗലോകത്തിലൊരു കൊട്ടാരം എടുത്തു കൊടുക്കും. അതുകൊണ്ട് മഗ്രിബിന് സഫ് കെട്ടിയിട്ട് മഗ്രിബ് നിസ്കാരം അങ്ങ് കഴിച്ചോ. ആ മഗ്രിബ് നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ പുണ്യനബി തങ്ങൾ പറയാണ് എഴുന്നേറ്റോടാൻ പാടില്ല. മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റോടരുത് സ്വഹാബ. അവിടെ ഇരുന്നു കൊണ്ട് മഗ്രിബിന് ശേഷം ഒരു 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണേ. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ആ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ മൻ സല്ലാ ബഅദൽ മഗ്രിബി ഖബ്ല അൻ യതകല്ലമ റക്അതൈൻ, സംസാരിക്കുന്നതിൻ്റെ മുമ്പായി, ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നതിന് മുമ്പായി, മെസ്സേജ് നോക്കുന്നതിൻ്റെ മുമ്പായി, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ മുമ്പായി, മൻ തതകല്ലമ ഖബ്ല അൻ യതകല്ലമ റക്അതൈൻ, സംസാരിക്കുന്നതിൻ്റെ മുമ്പായി മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെയായി ഉമ്മമാരെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് റുഫിഅത്ത് സ്വലാത്തുഹു ഫീ ഇല്ലിയീൻ, അപ്പയാണ് ആ നിസ്കാരം അല്ലാഹു ഇല്ലിയീനിലേക്ക് അല്ലാഹു ഉയർത്തുന്നത്. ഇല്ലിയീനിലേക്ക് അല്ലാഹു ഉയർത്തുകയാണ്. അൽഹംദുലില്ലാ. അതും കഴിഞ്ഞാൽ എഴുന്നേറ്റോടരുതേ, അവിടെ തന്നെ ഇരിക്കണേ. ഇരുന്നിട്ട് ഒരു 4 റക്അത്തും കൂടെ നിസ്കരിക്കണേ. 4 റക്അത്തും കൂടെ നിസ്കരിക്കണേ. പുണ്യനബി തങ്ങൾ പറയുകയാണ്, മഗ്രിബ് നിസ്കാരി ഈമാൻ ഭദ്രമാവണമെന്ന് കൊതിക്കുന്നവർ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് വീണ്ടും ഒരു 4 റക്അത്ത് നിസ്കരിക്കണം. രണ്ടും
ആ നിസ്കാരം ഏതാണ്? സ്വലാത്തുൽ അവ്വാബീൻ. 2 നിസ്കരിക്കാം, 6 നിസ്കരിക്കാം, 10 റക്അത്ത് നിസ്കരിക്കാം, 20 വരെ നിസ്കരിക്കാം. ആ നിസ്കാരത്തിന്റെ പേരാണ് സ്വലാത്തുൽ അവ്വാബീൻ. മറക്കരുത്. അവ്വാബീൻ നിസ്കാരം നിസ്കരിക്കുന്നവർ കൈ വന്നിച്ചേ. 1 പറ്റൂല, നിസ്കരിക്കണം. അതിന്റെ മഹത്വന്ത്രാന്നറിയോ? അള്ളാന്റെ റസൂല് പറയാണ്, മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ ബീവി തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ 6 റക്അത്ത്, ആരെങ്കിലും 6 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ബഅദൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പായി 6 റക്അത്ത് നിസ്കരിച്ച് മഗ്രിബിന്റെ ശേഷം 6 റക്അത്ത് നിസ്കരിച്ചാൽ, അത് മഹാന്മാർ ഇതിനെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ്, മഗ്രിബിന് ശേഷമുള്ള റവാത്തിബും കൂടെ 4 റക്അത്ത് അവ്വാബീൻ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ആ നിസ്കാരമുണ്ടല്ലോ 1 വർഷത്തെ അമലിന് തുല്യമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കാൻ പോകുവാൻ. 1 വർഷത്തിന്റെ അമലിന് തുല്യമാണത്. പോരാ, തീരുന്നില്ല. നബി തങ്ങൾ പറയുകയാണ്, അത് ലൈലത്തുൽ ഖദറിന്റെ അമലിന് സമാനമാണ്. ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, വിശുദ്ധമായ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന് തുല്യമാണ് മഗ്രിബിന് ശേഷമുള്ള 6 റക്അത്തിനെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. സംസാരിക്കരുത്, മോശപ്പെട്ടത് സംസാരിക്കരുത്. ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ സംസാരിക്കാം. മനസ്സിലായില്ലേ? 6 റക്അത്ത് നിസ്കരിച്ചാൽ 1 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. നിസ്കരിച്ചു നോക്കി നോക്കേണ്ടി. നാളെ റജബിന്റെ 1ാമത്തെ രാത്രിയാണ്. റജബ് കഴിഞ്ഞ് ഇന്ന് 1ാമത്തെ രാത്രി, നാളെ റജബിന്റെ 2ാമത്തെ രാത്രിയാണ്. മനുഷ്യന്റെ ജീവിതം മാറ്റിപ്പിടിക്കേണ്ട സമയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ തുടങ്ങിക്കോ. നാളത്തെ തുടക്കം ഇതൊരു സുന്ദര തുടക്കമാകണം. എല്ലാ മാസത്തിൻ്റെയും 1-2 ദിവസങ്ങൾ വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ്. തുടങ്ങിക്കോ, അവസാനിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഇതൊരു നല്ല തുടക്കമായിരിക്കും. 1 വർഷത്തെ അമൽ ചെയ്ത പ്രതിഫലം അല്ലാഹു എനിക്ക് കൊടുക്കുന്നതാണ്. പോരാ, ലൈലത്തുൽ ഖദറിന്റെ അമലുണ്ടല്ലോ, ആ അമലിനോട് ഇത് കടപിടിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ മുതൽ ഞാനത് നിസ്കരിക്കുന്നു പറയണുള്ളൂ. കൈവന്നിച്ചാണ് ഇതിനെന്നെ വയത് പറഞ്ഞിട്ടുള്ളൂ. ഇതിനെന്നെ അത് കൊണ്ടുവന്നത്. ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ എണീച്ച് പായരുത്, അവിടെ തന്നെ ഇരിക്കണം. ഇരുന്നിട്ടൊരൊറ്റ ദുആ, ഒരു കുഞ്ഞു ദുആ പടച്ചോനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തൗദിഉക ഈമാനി ഫീ ഹയാതി വ ഇൻദ മമാതി വ ബഅദ മമാതി ഫഹ്ഫദ്ഹു അലയ്യ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദുആ ഉണ്ടല്ലോ, ദുആ ചെയ്ത അവന്റെ ഈമാൻ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്, അവന്റെ ഈമാൻ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്. മഹാനാകുന്ന ഹക്കീമു തുർമുദി തങ്ങൾ പറയുകയാണ്, ഹക്കീമു തുർമുദി ഒരു ദിവസം നബി തങ്ങളെ കിനാവിൽ കണ്ടു. നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളുടെ ഈമാൻ കുറഞ്ഞു പോകുകയാണ്, നബിയെ ഞങ്ങളുടെ ഈമാൻ കുറഞ്ഞു പോകുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? ഹക്കീമു തുർമുദി തങ്ങളെ, നിങ്ങൾ സുബഹിയുടെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാറുണ്ടല്ലോ? ഉണ്ട്. 4 നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞു കിടക്കണേ ഹക്കീം തങ്ങളെ. വലത് ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണം. ഖബറിൽ കിടക്കുന്നത് പോലെ ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് ആ ചെരിഞ്ഞു കിടക്കുന്ന കിടത്തത്തിൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്റാഫീല വ അസ്റായീല വ ഹമലത്തിൽ അർശി വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്റിനി മിനൻ നാർ 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 7 തവണ പറഞ്ഞു. ആ കടത്തത്തിൽ ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നോലെ അങ്ങനെ. ഇനി വലത്തോട്ട് ചെരിയാൻ കഴിയൂല, എന്തെങ്കിലും കുരുവോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടത്തോട്ട് ചെരിഞ്ഞോ, കിബിലക്കാവണം. ഇനി ഇടത്തോട്ടും ചിരിയാൻ കഴിയൂലെങ്കിലോ മലർന്ന് കിടന്നോ. കമ്ന്ന് കിടക്കാൻ പറ്റൂല. കമ്ന്ന് കിടക്കൽ ജീവിച്ചിരിക്കുന്നവർക്ക് കറാഹത്താണ്. കമ്ന്ന് കിടക്കാന്നല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് കറാഹത്താണ്. മരിച്ചതിന് ശേഷം മയ്യത്തിനെ കമഴ്ത്തി കിടത്തുന്നത് ഹറാമുമാണ്. ആവശ്യമില്ലാതെ കമ്ന്ന് കിടക്കരുത്.
ചെരിഞ്ഞിങ്ങനെ കടന്നിട്ട് ഈ ദുആ നടത്തിക്കോ. എന്നാൽ ഹക്കീം തുർമുദി തങ്ങളോട് പുന്നാര നബി തങ്ങൾ പറയാ, നിങ്ങളുടെ ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടോ എങ്കിൽ ആ കടത്തം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റിരിക്കുമല്ലോ. ഇരുന്നിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പായി യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, ഉപ്പമാരെ മറന്നു പോകല്ലേ, ഉപ്പമാരെ മറന്നു പോകല്ലേ, ഉമ്മമാരെ മറന്നു പോകല്ലേ. മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള ദിക്റുണ്ടല്ലോ, 40 തവണ പറഞ്ഞോ. ഇത് പരിശോധിച്ചറിഞ്ഞ ദിക്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ഈമാനിനെ നീ കാത്ത് രക്ഷിക്കണേ. മരിക്കുന്ന സമയം അല്ലാഹുവേ ഈമാനോടുകൂടെ മരണപ്പെടാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനൊരവസരം കൂടെ ഇന്ന് വന്നിരിക്കുകയാണ്. റജബിൻ്റെ ഈ വിശുദ്ധ 1-ാമത്തെ രാവിൽ ചാരിറ്റി നടത്താൻ, ഇവിടത്തെ പാപങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ, ഇവിടത്തെ പാപങ്ങളെ സഹായിക്കാൻ ഒരു വേദിത നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഓ മൊയ്ലാർ തുടങ്ങി പിരിവിൻ്റെ സമയമായോ, അങ്ങനെ ചിന്തിക്കല്ലേ. ഇത് നമ്മുടെ ഏറ്റവും വലിയ മഹത്വമുള്ള സമയമാണ്. മഹാനായ സയ്യിദ് ആരെന്നറിയോ? സയ്യിദിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഒരിക്കലും സയ്യിദ് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ സയ്യിദിനെ നാം അറിയണം. ഇത് ഞങ്ങളുടെ മഹാനായ ശൈഖുനാ പന്മള ഫരീദ് ഉസ്താദ് ഉണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ 7-8 വർഷക്കാലം കിതാബോധി തന്ന, 48 വർഷക്കാലം ദർസ് നടത്തി തന്ന മഹാനായ ശൈഖുനാ പന്മള ഫരീദ് ഉസ്താദ് 100 കണക്കായ ആലിമീങ്ങളെ ലോകത്തിന് സമർപ്പിച്ച മഹാനാണ്. ആ മഹാനായ ശൈഖുന ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖമായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. മഹാനായ ശൈഖുന ഉസ്താദ് എന്ത് തഹ്ഖീഖുള്ള പണ്ഡിതനാണെന്നറിയോ? ആ മുഖത്തേക്ക് അങ്ങ് നോക്കുമ്പോ ഈമാനിന്റെ തുളുമ്പി നിൽക്കുന്ന പ്രകാശമുള്ള സുന്ദരമായ മുഖം. ഏത് മോശക്കാരനായൊരു മുതഅല്ലിമും ചമ്മാട് മഹാനായ പന്മള ഫരീദ് ഉസ്താദിന്റെ ദർസിലേക്ക് വന്നാൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അല്ലാഹു അഴുക്കുകളെ നീക്കം ചെയ്യുന്നതാണ്. ഈ മഹാനവറുകളുടെ അരികിലിരിക്കുന്നത് കൊണ്ട് മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ കൽബിയായ രോഗം മാറുമെന്നല്ലയോ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. ആ മഹാനായ ശൈഖുന ഉസ്താദ് കൊല്ലം മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് നടത്തുമ്പോ ആ മൗലിദിന് നേതൃത്വം വഹിക്കാൻ ഈ തങ്ങളും ഒരുപാട് ഉസ്താദുമാർ നേതൃത്വം വഹിക്കാനുണ്ടാകും. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അത് ഞങ്ങൾ ചെറുതാകുന്ന കാലം മുതൽ കണ്ടത് ഈ മഹാനായ സയ്യിദിനെയാണ്. അല്ലാഹുവേ ഇവരുടെയൊക്കെ ഫദ്ല് കൊണ്ട്, ഇവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ റാഹത്ത് നൽകണേ തമ്പുരാനെ. ഒരുപാട് സദസ്സുകൾക്ക് നേതൃത്വം വഹിക്കുന്ന മഹാനാണ്. ഇവരുടെ പിതാവ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറാണ്. ആലോചിച്ച് നോക്കണം. അല്ലാഹുവേ വലിയ ആലിമും അതുപോലെ തന്നെ ഇവരാവട്ടെ വലിയ സ്ഥാപനം നടത്തുന്നവരും വലിയ ദർസ് നടത്തുന്നവരുമാണ്. ഈ മഹാനായ തങ്ങൾ അതും വിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാവിൽ, അതും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് സഹായിക്കാൻ ഒരുമിച്ച് കൂടി ഈ സദസ്സുണ്ടല്ലോ. ഈ സദസ്സിന്റെ മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ തമ്പുരാനെ. നമുക്കിതേ ചെയ്യാൻ പറ്റൂ. സ്വഹാബത്തിനെ പോലെ യുദ്ധം ചെയ്യാൻ കഴിയാത്തവരാണ് നാം. അതിനുള്ള അവസരത്തിൽ ഇപ്പത്തെ യുദ്ധക്കതാണ്. ഇപ്പത്തെ യുദ്ധം എന്ന് പറയുന്നത് പാപങ്ങളെ സഹായിക്കലാണ്. മഹാനാകുന്ന അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. അംർ ഇബ്നുൽ ജമൂഹ തങ്ങൾ കറുത്തൊരു മനുഷ്യനാണ്, മെലിഞ്ഞൊട്ടിയ ശരീരമാണ്, ഒരു കാലുകൊണ്ട് നടക്കാൻ പറ്റൂല. 4 മക്കളുണ്ട്, 2 പെൺമക്കളും 2 ആൺകുട്ടികളുമാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ല. പാപം അംർ ഇബ്നുൽ ജമൂഹ തങ്ങൾ ഉടുക്കാൻ ഒരു തുണി മാത്രമാണുള്ളത്. ഇന്ന് വരെ യുദ്ധം കണ്ടിട്ട് പോലുമില്ല. പടവാള് പിടിക്കാൻ അറിയൂല, കുതിരയിൽ കയറാൻ കഴിയൂല, ഒരു കാലുകൊണ്ട് നടക്കാൻ പറ്റൂല. മഹാനാകുന്ന റസൂലും സഹാബത്തും ബദർ കഴിഞ്ഞ് 2ാമത്തെ യുദ്ധത്തിലേക്ക് ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴാണ് ദൂരത്ത് നിന്ന് ഈ ചെറിയ ചറ്റക്കുടിയിൽ താമസിക്കുന്ന അംർ ഇബ്നുൽ ജമൂഹ തങ്ങൾ ഇത് കാണുന്നത്. പടച്ചോനെ, നബിയും സഹാബത്തും ആണല്ലോ പോകുന്നത്, യുദ്ധത്തിലേക്കാണല്ലോ പുറപ്പെടുന്നത്. ഞാൻ ബദറിൽ പോലും പങ്കെടുക്കാത്തവനാണല്ലോ. ഈ പാപപ്പെട്ട അംർ നാളെ മഹ്ശറാവൻ സഭയിൽ ചെല്ലുമ്പോ അള്ളാഹു എന്നോട് എൻ്റെ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തണ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ മറുപടി കൊടുക്കുക?
അംർ ഇബ്നുൽ ജമൂ തങ്ങളുള്ള കാലിൻ്റെ ആരോഗ്യം വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. എന്നിട്ട് വിളിച്ചു, ബഹിൻ ബഹിൻ യാ റസൂലല്ലാ, നിൽക്കണം നബിയേ, നിൽക്കണം യാ റസൂലല്ലാ. നബി തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കറുകറുത്ത ശരീരം മെലിഞ്ഞൊട്ടിയ കാലു വളഞ്ഞ അംർ ഇബ്നുൽ ജമൂ തങ്ങൾ ഇങ്ങനെ മുടന്തി 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 വരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ ഹമലക യാ അംറു, അല്ല അംറേ, എന്തിനാ നീ വരുന്നത്, എന്തിനാ നീ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഉടനെ തന്നെ മഹാനാകുന്ന അംർ ഇബ്നുൽ ജമൂ തങ്ങൾ നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയാ, ഇന്നി ഉരീദു അന്നകൂന മിൻ അഹ്ലിഹാ, നബിയെ ഞാനും നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരട്ടെയോ യാ റസൂലല്ലാഹ്, ഞാനും നിങ്ങളെ കൂടെ വരട്ടെ. ഇത് കേട്ടപ്പോ ആ യുദ്ധരണഭൂമിയിലേക്ക് പുറപ്പെടുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 2 ചെറുപ്പക്കാർ ചാടിയിട്ട് പറയാണ്, നബിയെ ഇത് ഞങ്ങളെ വാപ്പയാണ്, ഈ വാപ്പാക്ക് യുദ്ധം ചെയ്യാൻ അറിയൂല, പരിച പിടിക്കാൻ അറിയൂല, പടവാൾ പിടിക്കാൻ അറിയൂല, യുദ്ധക്കളം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞങ്ങളെ വാപ്പാനെ നബിയെ ഈ യുദ്ധത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. ഈ വാപ്പാന്റെ 2 മക്കളും യുദ്ധത്തിന് തയ്യാറാണ്. ഞങ്ങളെ വാപ്പാനെ കൂട്ടല്ലേ, ഞങ്ങളെ വീട്ടിലുള്ളത് ഞങ്ങളെ അമ്മച്ചും 2 പെങ്ങന്മാരുമാണ്, ഓരെ നോക്കാൻ ഞങ്ങളെ വാപ്പാൻ അങ്ങോട്ട് പറഞ്ഞേക്കണം, കൂട്ടല്ലി നബിയേ. ഉടനെ തന്നെ നബി തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ മക്കൾ ഇതങ്ങനെ പറയുമ്പോൾ അംർ ഇബ്നുൽ ജമൂ തങ്ങൾ കണ്ണെന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരയുകയാണ്. ദീനിനൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രയാസം. ആ സമയത്തിലാണ് കരയുന്ന അംറിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നത്, അംറേ കരയണ്ടടാ, ലൈസ അലൽ അറജി ഹഖ്ഖുൻ അലൽ ജിഹാദ്, മുടന്തന്മാർ യുദ്ധം ചെയ്യേണ്ടതില്ല, മുടന്തന്മാർ യുദ്ധം ചെയ്യേണ്ടതില്ല, മുടന്തന്മാർ യുദ്ധത്തിന് വരേണ്ടതില്ല. ഇതങ്ങ് കേട്ടപ്പോ അംർ ഇബ്നുൽ ജമൂ തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? സ്വന്തം മകന്റെ ഊരയിൽ നിന്ന് പടവാളങ്ങ് ഊരിയെടുത്തുകൊണ്ട് ഈ വളഞ്ഞ കാല് നബി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് നീട്ടിയിട്ട് പറയാണ്, നബിയെ ഈ വളഞ്ഞ കാലുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ പോയാൽ ഒരഭിപ്രായം ഞാൻ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം അവർ സ്വീകരിക്കാറില്ല. അതിന് കാരണം ഈ വളഞ്ഞ കാലാണ്. മുടന്തന്മാർ അഭിപ്രായം പറയണ്ടെന്ന് പറയും. ഞാൻ വല്ല സാധനങ്ങളും കടയിൽ നിന്ന് കടം വാങ്ങുമ്പോൾ എനിക്കാരും കടം തരാറില്ല. അതിനും കാരണം ഈ കാലാണ്. ഈ കാലുകൊണ്ട് നബിയെ നിങ്ങളൊക്കെ കുത്തുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലും കുത്താൻ പറ്റാത്ത ഭാഗ്യം കെട്ട കാലാണോ എങ്കിൽ ഈ കാലെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പടവാലെടുത്ത് കാല് മുറിച്ച് മാറ്റാൻ ഒരുങ്ങുമ്പോൾ ആകാശലോകത്തിൽ നിന്ന് ഓടിയിറങ്ങുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ പടവാളങ്ങ് പിടിച്ചുകൊണ്ട് നബി തങ്ങളോട് പറയാൻ, യാ റസൂലല്ലാഹ്, പിടിക്ക നബിയെ, അംറിനെ യുദ്ധത്തിലേക്ക് കൂട്ടിക്കോളൂ നബിയെ, അംർ കാല് മുറിക്കും നബിയെ, അംർ കാല് മുറിക്കും നബിയെ. അംർ സ്നേഹിക്കുന്നത് റസൂലേ അള്ളാഹുവിൻ്റെ ദീനിനെയാണ്. നബിയെ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? നബി പറഞ്ഞുണ്ട്. എവിടുന്ന ശബ്ദം കേൾക്കുന്നത്? ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അംറിന് വളഞ്ഞ കാലുണ്ടല്ലോ, അത് സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ശബ്ദമാണ് നബിയെ അങ്ങേര് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കിയാണ് ഈ സഹോദര.